ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ആമസോൺ സെയിലും ഫ്ലിപ്കാർട്ട് സെയിൽസിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ ഉള്ളത് 23 സ്റ്റാർട്ട് ചെയ്യും. അത് വേറെ കാര്യം. നമ്മുടെ ഐഫോൺസിനും സാംസങ്ങിൻ്റെ ഫോണുകൾക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് ഒരു ബൂസ്റ്റ് ചെയ്തൊക്കെ പരസ്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഫേമസ് സാധനമാണ് നമ്മുടെ സാംസങ്ങിൻ്റെ S24 Ultra 69,999, 65,999 ഒക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പോൾ ഇഷ്ടം പോലെ സ്കാംസ് നടക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത ഫോണുകൾ വിൽക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഡെമോ പീസുകൾ വേറെ, ആക്ടിവേറ്റ് ചെയ്ത ഫോണുകൾ വേറെ ആയിട്ട്. അതിപ്പോൾ കുറേ അത് കഴിഞ്ഞ വർഷം ഞാൻ നമ്മുടെ 3ാം ചാനൽ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡെമോ പീസ് എന്ന് പറഞ്ഞ സാധനം ആക്ടിവേറ്റ് ചെയ്ത ഫോണുകളും വേറെയാണ്. ഡെമോ പീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ ഷോപ്പുകാർക്ക് കൊടുക്കുന്നതാണ്. അത് ആക്ടിവേറ്റർ ആയിരിക്കില്ല. നമ്മുടെ ഇന്ത്യൻ റൂൾ അനുസരിച്ച് നമ്മുടെ സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ ഫോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും വേറെയാണ്. ആക്ടിവേറ്റ് ഈ ഡെമോ ഫോൺ കിട്ടിയാൽ കുഴപ്പമില്ല, അത് ആക്ടിവേറ്റർ ആയിരിക്കില്ല. പക്ഷേ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത ഫോൺ, അതായത് ചിലപ്പോൾ ചിലർക്ക് 2 മാസം മുമ്പൊക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ആമസോൺ തന്നെ അവർ എടുക്കുന്നുണ്ട് റിവ്യൂസിൽ. ഓൾറെഡി 2 മാസം മുമ്പത്തെ ആക്ടിവേഷൻ ഡേറ്റ് ആണ് കാണിക്കുന്നത്. സാംസങ്ങിൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ആളെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ആക്ടിവേറ്റഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടം പോലെ സ്കാം നടക്കുന്നുണ്ട്. ഇപ്പോൾ നത്തിങ് ഫോണിൻ്റെ തന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അവർ 40,000 രൂപയ്ക്ക് ആമസോണിൽ കൊടുക്കുന്നത് അത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത ഫോണായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഹിന്ദി ചാനലിൽ ഒരാൾ ഇട്ടിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് അത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത ഫോണായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസം മുമ്പാണ്ട് ആക്ടിവേറ്റ് ചെയ്ത ഫോണായിരുന്നു. പക്ഷേ 5 ദിവസം പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. 40,000 കിട്ടാൻ ഞാൻ ഓൾമോസ്റ്റ് പകുതി പ്രൈസിൽ കിട്ടിയില്ല. പക്ഷേ ഇത് 2 മാസം 3 മാസം ഒക്കെ മുമ്പ് ആക്ടിവേറ്റ് ചെയ്ത ഫോണൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ S23 Ultra, ഇപ്പോൾ S24 Ultra വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ആക്ച്വലി നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്ന് വെച്ചാൽ സാംസങ്ങിന് ആക്ച്വലി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒഫീഷ്യൽ സെല്ലർമാരുണ്ട്. ഇപ്പം നിങ്ങൾ ആമസോണിലാണ് നോക്കി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രൈസ് കാണിക്കാം. ചിലർ 78 കാണിക്കുന്നുണ്ട്, ചിലർ 93 കാണിക്കുന്നുണ്ട്, ചിലർ 84 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഫീഷ്യൽ സെല്ലറുകളല്ല. അപ്പോൾ ഇവരെ ഈ ഒഫീഷ്യൽ സെല്ലർ അല്ലാത്ത ആൾക്കാരെന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആക്ച്വലി സാംസങ്ങിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സെല്ലർമാരെ നോക്കിയിട്ട് വേണം, നിങ്ങൾ സെല്ലർ ആരാ നോക്കിയിട്ട് വേണം ഈ പ്രാവശ്യം സെയിൽസ് വരുമ്പോൾ ഓർഡർ ചെയ്യാൻ കേട്ടോ. ഞാൻ കാണിച്ചിട്ട് അതിൽ ഏതൊക്കെയാണ്. ആമസോണിലാവുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ക്ലിക്ക് ടെയിൽ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ ഒരു മുന്നറിയിപ്പ് അവർ ഇട്ടുണ്ടായിരുന്നതാണ്. സാംസങ് പുറത്തു വിട്ടേക്കുന്നതാണ്. ഞാനത് പറഞ്ഞത് ആമസോണിൻ്റെ 3 ഉള്ളൂ ആകെ. ക്ലിക്ക് ടെക് റീറ്റെയിൽ എന്ന് പറഞ്ഞ സാധനം, STPL എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ സാധനം, പിന്നെ ദർശിത റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഈ 3 ഇവരുടെ ഒഫീഷ്യൽ സെല്ലർ, ഓതറൈസ് സെല്ലറാണ്. ഇതിന് 3 ആണെങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങിക്കണ്ടോ. എത്ര പ്രൈസ് കുറഞ്ഞ് കാണിച്ചാലും. ഞാൻ അത് മുമ്പ് നമ്മൾ S23 Ultra വാങ്ങിച്ചപ്പോഴും ഇതേപോലെ ഞാൻ S23 Ultra വിറ്റു. എന്താ വെച്ചാൽ ഇപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ കുറേ പോലെ ഉണ്ടല്ലോ. S24 സീരീസുകൾക്ക് ഇതുപോലെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം സെയിൽസ് വരുമ്പോൾ നിങ്ങൾ കുറേ പേര് എന്തായാലും വാങ്ങിക്കും, ഉറപ്പാണല്ലോ. അപ്പോൾ എന്തായാലും S24 സീരീസുകൾക്ക് ഇതുപോലെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ S24 നോർമൽ സീരീസും S23 സീരീസ്, S23 Ultra ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അൺബോക്സിങ്ങുകളൊക്കെ. ഞാൻ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് വിറ്റുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പ്രൈമറി, ഞാൻ ഇത്ര കാലം ഐഫോൺ ആയിരുന്നു, അതിനുശേഷം സാംസങ് ആയിരുന്നു പ്രൈമറി, പിന്നെ ഇപ്പോൾ X200 Pro ആക്കി പ്രൈമറി. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ നമ്മൾ മെയിൻ വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറേ ഫോണും മാറ്റി എടുക്കുന്നതാണ്. അതുപോലെ സെക്കൻഡറി ഡിവൈസ് ആയാലും ഞാൻ അങ്ങനെ മാറ്റി എടുക്കുന്നതാണ്. ഇപ്പോൾ OnePlus ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആണെങ്കിൽ കുറച്ച് അധികം ഉണ്ട്. ഒരെണ്ണം ട്രൂകോം റീറ്റെയിൽസും, അതുപോലെ തന്നെ BTPLD എന്ന് പറഞ്ഞ സാധനം, അതുപോലെ തന്നെ ഫ്ലാഷ് സ്റ്റാർ കോമേഴ്സും, പിന്നെ മൈത്താൻ ഗ്ലോറി റീറ്റെയിലും. ഈ 4 ഫ്ലിപ്കാർട്ടിൻ്റെ മൊബൈലിലെ ഒഫീഷ്യൽ സെല്ലർ. ഗിയേഴ്സ് ആൻഡ് അക്സസറീസ് ആണെങ്കിൽ ബസ് ഇന്ത്യ, SV പെരിഫറൽസ്, യൂണീക്ക് ക്ലിക്ക്, ടാബൊക്കെ ആണെങ്കിൽ ഇന്ത്യ ഫ്ലാഷ് മാർട്ട്, റീറ്റെയിൽ നെറ്റ് കേട്ടോ. റീറ്റെയിൽ നെറ്റ് ഒറിജിനലാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ ഞാൻ നോർമലി ഫ്ലിപ്കാർട്ട് പിന്നെ ഓപ്പൺ ബോക്സ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറയാം. പക്ഷെ എന്നാലും അമ്മമാരെ കസ്റ്റമർ സപ്പോർട്ടിന് സാധനം ഇല്ല അവർക്ക്. അപ്പോൾ എനിക്ക് അത്ര വിശ്വാസമില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാറില്ല, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് പ്രോഡക്ട്സുകളൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ കമ്പനി ഡയറക്റ്റ് അത് ലോഞ്ച് ചെയ്യുന്ന സാധനമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നത്തിങ്ങൊക്കെ ഒഫീഷ്യലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വലിയ പ്രശ്നം വരാൻ ചാൻസ് കുറവാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ സാംസങ് നിങ്ങൾക്ക് അറിയില്ല, ഒരു ഒഫീഷ്യലി ഓൺലൈനിൽ നല്ല ഓഫ്ലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മെയിൻലി ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് സാംസങ് തന്നെ പുറത്തു വിട്ടേക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണത്. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, ആമസോണിനാണെങ്കിൽ ക്ലിക്ക് ടെയിൽ റീറ്റെയിൽ, STPL എക്സ്ക്ലൂസീവ്, ദർശിത റീറ്റെയിൽ ഇട്ടാണ് 3 ഉള്ളൂ. പിന്നെ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ട്രൂകോം റീറ്റെയിൽ, BTPLD, ഫ്ലാഷ് സ്റ്റാർ കോമേഴ്സ് ഇട്ടാ. പിന്നെ ഒരു മൈത്താൻ ഗ്ലോറി റീറ്റെയിൽ സാധനം ഉണ്ട്. അത് ഇപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്യുന്നുണ്ട്, പണ്ട് ഉണ്ടാകുന്നില്ല ഇത്. അപ്പോൾ ഈ 4 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മൊബൈൽ സാംസങ്ങിനും ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഈ സെയിൽസിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ സാധനമാണ്. അല്ലെങ്കിൽ പണി കിട്ടാനുള്ള വഴി കൂടുതലാണ് കേട്ടോ. ചിലപ്പോൾ പഴയ ഫോണും ആക്ടിവേറ്റ് ചെയ്ത ഫോണെന്ന് പറയാൻ പറ്റില്ല എന്ത് ഫോണാണ് കിട്ടണതെന്ന്. ഡാമേജ് ചെയ്ത് റീഫർബിഷ്ഡ് ഫോണോ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല.
ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമ ചെയ്യേണ്ടി വരും. സപ്പോർട്ടും ഇല്ല, വാങ്ങിയില്ല, ഒന്നുമില്ല. ഒന്നാമതിപ്പോൾ ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഇല്ല. അത് ആമസോണും ഇല്ല, ഫ്ലിപ്കാർട്ടും ഇല്ല. കമ്പനി പോയിട്ട് സർവീസ് സെൻ്ററിൽ നിന്ന് പോയിട്ട് ലെറ്ററൊക്കെ വാങ്ങി പൂലിവാലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കാൻ മറക്കണ്ട. എനിക്ക് തോന്നണ പണ്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലം S23 Ultra അതുപോലെ ഓഫർ വന്നപ്പോൾ അത് സാംസങ്ങിൻ്റെ ഓഫറായിരുന്നു. എന്താ വെച്ചാൽ ആ സെയിം പ്രൈസിന് നമുക്ക് സാംസങ്ങിൻ്റെ ഓഫ്ലൈൻ സ്റ്റോറിലും ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മോസ്റ്റ്ലി വാങ്ങിക്കും S24 Ultra. വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലുണ്ടെങ്കിൽ സാംസങ് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുള്ളൂ ഓൺലൈൻ, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കുക കേട്ടോ. അതും ഈ ഒഫീഷ്യൽ സെല്ലർ നോക്കിയിട്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ S23 Ultra അതുപോലെ വാങ്ങിച്ചത് ഒറിജിനൽ തന്നെയായിരുന്നു, ഫ്രഷ് പീസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പക്ഷേ ഈ കസ്റ്റമർ സപ്പോർട്ട് കുറച്ച് ഷോക്കായിട്ടുണ്ട്. ആമസോണിൻ്റെ നിറച്ച് AI കുത്തി നിറച്ച് വന്നിട്ടുണ്ട്. അവരെ ഒറിജിനൽ ഹ്യൂമൻസിനെ കിട്ടാൻ കുറച്ച് പാടാണ്. എന്നാലും കിട്ടുന്നുണ്ട്. പണ്ടത്തെ അത്ര ഈസി അല്ല എന്ന് മാത്രം. ഫുൾ AI ആക്കിയവന്മാർ. അത് കുറച്ച് ബോറ് പരിപാടിയായി പോയി. അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് വാങ്ങിക്കാൻ മറക്കേണ്ടത്. സാംസങ്ങിന് മാത്രമല്ല, ഇത് ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടാം. അത് ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എത്ര പേര് സാംസങ് S24 ഈ സെയിൽസിൽ വാങ്ങിക്കുന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എനിക്ക് ഉറപ്പാണ് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ പണ്ടത്തെ അത്ര എന്തായാലും കുറച്ച് കുറയാന്ന് വെച്ചാൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാരണം കുറേ പേർക്ക് സാംസങ് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു പെർസെൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ S24 സീരീസുകൾക്ക് ഇതുവരെയായിട്ട് ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പിന്നെ എന്തായാലും 1 ഇയർ വാറന്റി നമ്മളെന്തായാലും ഒരു കൊല്ലമൊന്നും ഉപയോഗിക്കാറില്ല, അപ്പോഴേക്കും മാറ്റാറുണ്ട്. പിന്നെ ലോങ് ടൈമിന് വാങ്ങിക്കുന്നവരൊക്കെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഞാൻ ഓൾറെഡി പറയാറ്. ഞാൻ സാംസങ്ങിനെ എടുക്കേണ്ടെന്ന് ഇതുവരെയായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എക്സ്റ്റൻഡഡ് വാറന്റി എടുക്കുക, 1 ഇയറിന് മുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊന്നും 1 ഇയറിന് ഉപയോഗിക്കാറില്ല. നമ്മളെന്തായാലും ഇങ്ങനെ റെഗുലറായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും S24 Ultra എടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റീസെൻ്റ്ലി ഒരു കമൻറ്റ് കണ്ടു, ഞാൻ ഓൾറെഡി സാംസങ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനെപ്പോൾ എടുക്കുന്നു പറയണത്. ഞാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത് S23 സീരീസ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ S24 സീരീസ് ഓൾറെഡി ഒരു പ്രൊഡക്ഷനൊക്കെ നിർത്തി. ഇനി കിട്ടണമെന്ന് നിങ്ങൾക്ക് പഴയ സാധനമായിരിക്കും. അപ്പോൾ അത് ഫുള്ള് കാണാത്തതാണ്. എല്ലാം ഇങ്ങനെ അടിച്ചടിച്ച് പകുതിക്ക് കാണും. എന്നിട്ടാണ് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അതാണ് കുഴപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓഫീസിന് കോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.